ഇന്നത്തെ ഒരു ജനകീയ വിഷയം ഈ ഹോട്ടലുകളിലും മറ്റ് ടാക്സ് ഈടാക്കുന്നത് കുറച്ചുകൊണ്ട് സെൽ ടാക്സ് മറ്റ് മേഖലകളിൽ ആ ടാക്സ് ഈടാക്കിക്കൂടെ എന്നുള്ളതാണ്. അതുകൂടാതെ ഈ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് കടകൾ സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് ഈ പ്ലംബിങ്, പെയിൻറ്റ്, സ്നോസം വിൽപ്പനക്കാർ ബില്ലില്ലാതെ സാധനങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് കടകൾ പട്ടാമ്പി താലൂക്കായാലും പാലക്കാട് ജില്ല, തിരുമിറ്റക്കോട്, കറുകപ്പുതൂർ എന്നീ മേഖലകളിൽ വ്യാപകമായി സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഈ പറഞ്ഞ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, പെയിൻറ്റ് സ്ഥാപനങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ ബില്ലില്ലാതെ ഒരു ചീട്ട് മാതിരി ഉള്ളവ ഉപഭോക്താക്കൾ കൊടുത്തുകൊണ്ട് ബില്ലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇത്തരം സ്ഥാപനങ്ങളിലെ ഈ അനധികൃതമായിട്ട് ഈ വിൽപ്പന സർക്കാർ കണ്ടെത്തുകയും അവരിൽ നിന്നും ഫൈൻ ഈടാക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇതുകൂടാതെ മിക്ക സ്വർണ്ണക്കടകളിലും സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചത് കാരണം വിൽപ്പന കൂടിയിട്ടുണ്ട്. ഇതുമൂലം സാധാരണക്കാരിൽ നിന്നും അമിതമായിട്ട് ടാക്സ് വരും, പണിക്കുറവ്, പണിക്കൂലി എന്നൊക്കെ പറഞ്ഞ് ഒരു നിശ്ചിത തുക ഇവർ ഈടാക്കുന്നുണ്ട്. ടാക്സും GSTയും ഈടാക്കുന്നുണ്ട്. പക്ഷേ അവർ രണ്ട് രീതിയിലാണ് കച്ചവടം ചെയ്യണത്. ചീട്ട് കൂട്ടി കച്ചവടം നടത്തുന്നുണ്ട് സ്വർണ്ണക്കടകളിൽ. അതോടൊപ്പം ഈ പഴയ സ്വർണ്ണങ്ങൾ വിൽക്കാൻ വരുന്നവ നല്ല വിലയ്ക്ക് എടുത്തുകൊണ്ട് അവ GSTയിലൊന്നും ഉൾപ്പെടുത്താതെ പുതിയ സ്വർണം നൽകുന്ന ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ പഴയ സ്വർണത്തിനും ടാക്സ് സർക്കാർ കൊണ്ടുവരികയും പഴയ സ്വർണം എടുക്കുന്നതിന് കണക്ക് സൂക്ഷിക്കുകയും വേണം ഈ സ്വർണ്ണക്കടകൾ. ഈ കടകളിലൊക്കെ പഴയ പോലെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. മിക്ക ജില്ലകളിലും അടിയന്തരമായി ഇൻസ്പെക്ഷൻ നടത്തി സർക്കാരിൻ്റെ വരുമാന മാർഗം കൂട്ടേണ്ടതുണ്ട്. പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകുവാനും ഒക്കെ ഇത് ഉപകരിക്കും. ഇത്തരം ഒരു കാര്യമായിട്ടാണ് ഇന്ന് വന്നത്. നാളെ ഇനി മറ്റൊരു വിഷയമായിട്ട് ഇതുപോലെ ഞാൻ എത്തുന്നതാണ്.